السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്ന് സാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി ഇങ്ങനെ ഒരു ദീനി സദസ്സ് സംഘടിപ്പിച്ച ഈ സഹോദരങ്ങൾക്ക് പ്രത്യേകമായി ശുക്ർ പറയുകയാണ്. അല്ലാഹുവിനെ കുറിച്ച് പറയാനും അല്ലാഹുവിൻ്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കാനും ദീനിനെതിരിൽ നിലകൊള്ളുന്ന ആളുകളെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനും ഇത്തരത്തിലുള്ള മജാലിസുകൾ സംഘടിപ്പിക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സദസ്സുകൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, അതുപോലെ അതിൽ പങ്കെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഐനൽ മുതഹാബ്ബൂന ബിജലാലി, എൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ഇഷ്ടപ്പെടുകയും ചെയ്തവരെവിടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കാനും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം വെറുപ്പ് പ്രകടിപ്പിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിൻ്റെ സദസ്സുകളിൽ ഇങ്ങനെ ഇരിക്കുക എന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും. അല്ലാഹുവിൻ്റെ മസ്ജിദിൽ ഏതാനും ചില ആളുകൾ ഒന്നിച്ചിരിക്കുകയും അല്ലാഹുവിനെ കുറിച്ച്, പരിശുദ്ധ ഖുർആനിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇല്ലാ നസലത അലൈഹിമുസ് സകീന, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകും. വഗശിയതുഹുമുർ റഹ്മ, അല്ലാഹുവിൻ്റെ കാരുണ്യം അവരെ വലയം ചെയ്യും. വദകറഹുമുല്ലാഹു ഫീ മൻ ഇൻദഹ്, മലക്കുകളുടെ അരികിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ ആ ലോകത്ത് നമ്മെക്കുറിച്ച് സംസാരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എൻ്റെ സുഹൃത്തുക്കളോട് ഉണർത്താനുള്ള കാര്യം നാം ഓരോരുത്തരും നമ്മുടെ നിയ്യത്ത് നന്നാക്കുക. നാം ഈ ഒരു സദസ്സിൽ ഇരുന്നാൽ, ആരാണെങ്കിലും, ആര് ദർസെടുക്കുന്നതാണെങ്കിലും, ഇൽമിൻ്റെ സദസ്സിൽ നാം ഇരുന്നാൽ മലക്കുകൾ നമ്മെ വലയം ചെയ്യും. നമ്മുടെ മനസ്സിന് അല്ലാഹു സമാധാനം നൽകും. ഇന്നത്തെ ലോകത്ത് എല്ലാവരും തേടിപ്പോകുന്ന ഒരു കാര്യം സമാധാനമാണ്. എങ്ങനെയെങ്കിലും സമാധാനം വേണം. എല്ലായിടത്തും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദീനിൻ്റെ സദസ്സുകളിൽ നിങ്ങൾ പങ്കെടുത്താൽ നിങ്ങൾക്ക് മനസ്സിന് അല്ലാഹു സമാധാനം നൽകും, മലക്കുകൾ നിങ്ങളെ വലയം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ എന്ത് തിരക്കുകളുണ്ട് എങ്കിലും അത് മാറ്റിവെച്ച് വരാൻ പ്രിയപ്പെട്ടവരെ നാം ശ്രമിക്കണം. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സദസ്സുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന സദസ്സുകൾ എന്ന് പറഞ്ഞാൽ അതേറെ ഏറെ പ്രാധാന്യമുള്ള കാര്യമാണെന്നത് നാം ഓരോരുത്തരും ഓർക്കുകയും വേണം. നമ്മുടെ ഇന്നത്തെ വിഷയം ഷിയാക്കളെ കുറിച്ചാണ്. നമ്മുടെ വിഷയം ഷിയാക്കളെ കുറിച്ച് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കുക എന്നതാണ്. ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ എത്രമേൽ നിർബന്ധമായി നാം മനസ്സിലാക്കേണ്ട ഒരു പിഴച്ച വിഭാഗമാണ് ഷിയാക്കൾ എന്നത് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടും. പിഴച്ച ആളുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നത്, അല്ലെങ്കിൽ വഴികേടിലായ ആളുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ഇൽമിൻ്റെ ശ്രേഷ്ഠമായ ഒരു ഭാഗമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബുൽ ഫവായിദിൽ പരിശുദ്ധ ഖുർആനിലെ വലിതസ്സബീന സബീലുൽ മുജ്രിമീൻ എന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതായി കാണാം, ജനങ്ങൾ 4 രൂപത്തിലാണ്. അതിലേറ്റവും ഉന്നതമായ വിഭാഗം എന്ന് പറയുന്നത് അവർക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസവും അറിയാം, അതുപോലെ ബിദ്അത്തിന്റെ ആളുകൾ അല്ലെങ്കിൽ അഹ്ലുസുന്നക്കെതിരായി നിൽക്കുന്ന ആളുകൾ അവരുടെ വിശ്വാസവും അറിയുന്നവരാണ്, അവരുടെ കാര്യങ്ങളും അറിയുന്നവരാണ് ഏറ്റവും അധികം ഇൽമുള്ളവർ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബുൽ ഫവായിദിൽ പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് വിശദീകരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഈ ആയത്ത്
അങ്ങനെ അറിയിച്ചു തരുന്നു എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നു. ഇത് ആമുഖമായി ഞാൻ ഉണർത്താനുള്ള കാരണം, ചില സഹോദരങ്ങൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് നാം ഷിയാക്കളെ കുറിച്ച് പറയുന്നത്, എന്തിനാണ് നാം ഇഖ്വാനികളെ കുറിച്ച് സംസാരിക്കുന്നത്, എന്തിനാണ് നാം ജമാഅത്ത് തബ്ലീഗിനെ കുറിച്ച് പറയുന്നത്, നാം അനങ്ങാതെ ഇബാദത്ത് ചെയ്യുക, നമ്മുടെ കാര്യം നോക്കി മിണ്ടാതെ പോയാൽ പോരെ, എന്തിന് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ സംസാരിക്കണം എന്ന് ചില സഹോദരങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് സംസാരിക്കുന്നത് ഒരിക്കലും നമുക്ക് അവരോട് എന്തെങ്കിലും ഒരു കച്ചവടം ഇടപാട് നടത്തി അവർ നമ്മെ വഞ്ചിച്ചത് കാരണത്താലല്ല, അല്ലെങ്കിൽ അവർ നമ്മുടെ കുടുംബമായിരുന്നു എന്തെങ്കിലും കാരണത്താൽ അവർ നമ്മോട് അക്രമം ചെയ്തു എന്നതിന്റെ പേരിലല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീനിൽ അവർ കൈകടത്തലുകൾ നടത്തുന്നു, അള്ളാഹുവിന്റെ ദീനിൽ അവർ പുതുതായി പല കാര്യങ്ങളും കൊണ്ടുവരുന്നു. അതുകൊണ്ടാണ് ബിദ്അത്തിന്റെ ആളുകൾക്കെതിരിൽ, ഹവയുടെ ആളുകൾക്കെതിരിൽ ഏത് കാലഘട്ടത്തിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ സംസാരിച്ചത്. ഇന്ന് ചില ആളുകൾ വന്നിട്ട് പറയും, നമ്മൾ നന്മ പറഞ്ഞാൽ മതി, ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിച്ചാൽ മതി, അതല്ലാതെ തെറ്റിന്റെ ആളുകളെ എതിർക്കേണ്ടതില്ല. അങ്ങനെ ഒരു വാദം പ്രിയപ്പെട്ടവരെ അഹ്ലുസുന്നക്ക് പഴയ കാലഘട്ടം മുതലേ പരിചയമില്ലാത്ത കാര്യമാണ്. അഹ്ലുസുന്ന ഏത് കാലഘട്ടത്തിലും സുന്നത്തിനെതിരായ ഒരു വാദം വന്നുവെങ്കിൽ അതിന് മറുപടി പറയും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ചില പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാം, രാത്രിയിൽ പുതിയ വാദം വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പ്രഭാതമാകുമ്പോഴേക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ അതിന് മറുപടി തയ്യാറാക്കിയിരിക്കും. കാരണം അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിരിക്കുന്നത് അവരെയാണ്. അതുകൊണ്ട് പിഴച്ച ആളുകളെ, ഹവയുടെ ആളുകളെ തുറന്നു കാണിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിനോടുള്ള നമ്മുടെ ബാധ്യതയാണ്. അത് ആരോടെങ്കിലും വ്യക്തിപരമായ ഒരു ദേഷ്യമുള്ളത് കൊണ്ടല്ല. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, നമ്മുടെ ഉപ്പയോട് അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയോട് മോശമായി പെരുമാറിയ ഒരു വ്യക്തി, ആ വ്യക്തിയോട് നമ്മൾ പിന്നെ ചിരിച്ച് ഒരു പ്രശ്നവുമില്ലാതെ സ്നേഹത്തോടെ പെരുമാറുമോ? ഇല്ല. നമ്മുടെ ഉമ്മയോട് മോശമായി പെരുമാറിയാൽ നമ്മൾ ആ വ്യക്തിയെ അത്രയും മോശമായിട്ടാണ് തിരിച്ചു പ്രതികരിക്കുക. എന്നാൽ അള്ളാഹുവിന്റെ ദീനിനോട് മോശമായി പെരുമാറുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ബിദ്അത്തിന്റെ ആളുകൾ, അവർക്കെതിരിൽ പറയുക എന്നുള്ളത് മതപരമായ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് നാം അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. ഇതിലാരാണ് നമ്മുടെ മാതൃകകൾ? സഹാബികളാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിന്മകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. എന്തിനാ തിന്മയെ കുറിച്ച് ചോദിക്കുന്നത്? ഇന്നത്തെ ചില ആളുകൾ പറയുന്നത് പോലെയാണെങ്കിൽ നന്മ അറിഞ്ഞ് നന്മ ചെയ്താൽ പോരെ, എന്തിനാണ് തിന്മയെ കുറിച്ച് ചോദിക്കുന്നത്? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഷർറിൽ നിന്ന് അല്ലെങ്കിൽ ആ തിന്മ എന്റെ ജീവിതത്തിൽ അകപ്പെടാതിരിക്കാനാണ്. ഇത് അറിയാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് സംഭവിച്ചിരിക്കുന്ന വലിയ വലിയ അബദ്ധങ്ങൾ എത്രമാത്രമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസം ഒരൊറ്റ ഉദാഹരണം നിങ്ങൾ എടുത്താൽ മതി. കഴിഞ്ഞ ദിവസം ഇറാനും ഇസ്രായേലും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ നമ്മുടെ ചില സഹോദരങ്ങൾ അടക്കം മുസ്ലിമീങ്ങളിൽപ്പെട്ട പലരും ഷിയാക്കളെ പുകഴ്ത്തിയും, ഇന്ന് മുസ്ലിമീങ്ങൾക്ക് ഒരു സഹായി ഉണ്ടെങ്കിൽ അത് ഷിയാക്കളാണ് എന്ന നിലയിൽ വരെ ആളുകളുടെ പോസ്റ്റുകൾ, ഇന്ന് മുസ്ലിമീങ്ങളെ സഹായിക്കാൻ കഴിവുള്ളവർ അവർ മാത്രമാണ് എന്ന് പറയുന്ന പോസ്റ്റുകൾ. ഈ പറയുന്ന സാധുവിനറിയില്ല, ആ ഷിയാക്കളുടെ കാഴ്ചപ്പാടിൽ ജൂതനും നമ്മളും ഒരേപോലെയാണ്. ആ ഷിയാക്കളുടെ കാഴ്ചപ്പാടിൽ നമ്മൾ എല്ലാവരും കാഫിര്യങ്ങളാണ്, നാം ആരും തന്നെ മുസ്ലിമീങ്ങളല്ല. അതാണ് ഷിയായുടെ വിശ്വാസം. ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, എന്തുകൊണ്ടാണ് ജൂതനെതിരിൽ ഒരു ആക്രമണം നടത്തുമ്പോഴേക്ക് അവർ പ്രിയപ്പെട്ടവരാകുന്നത്? അവരുടെ പിഴവുകൾ എന്താണെന്ന് നമുക്കറിയില്ല, അവരുടെ തെറ്റുകൾ എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് പിഴച്ച ആളുകളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ ഏത് കാലഘട്ടത്തിലും സ്വീകരിച്ചു വരുന്ന പൊതുവായ രീതിയാണ്. എത്രത്തോളം എന്നാൽ ഇമാം സഫാരിനിയെ പോലെയുള്ള ആളുകൾ മനാബിറുകളിൽ വെച്ച് ബിദ്അത്തുകാർക്കെതിരിൽ ശക്തമായി സംസാരിക്കാറുണ്ടായിരുന്നു. സഫാരിനിയുടെ കാലഘട്ടത്തുണ്ടായിരുന്ന ഒരു പണ്ഡിതനാണ് അബൂബക്കർ അൽ ബാഖില്ലാനി, അശ്അരി മദ്ഹബിലെ പണ്ഡിതനാണ്. അശ്അരി മദ്ഹബിലെ ആ പണ്ഡിതനെതിരിൽ ശക്തമായ താക്കീത് ചെയ്യുന്നത് കാരണത്താൽ, ആവർത്തിച്ച് താക്കീത് ചെയ്തത് കാരണത്താൽ അബൂബക്കർ അൽ ബാഖില്ലാനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ തല മൂടിയിട്ടാണ് ഇറങ്ങാറുള്ളത്, ആളുകൾ തിരിച്ചറിയാതിരിക്കാൻ. അത്രയും അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ ബിദ്അത്തിന്റെ ആളുകൾക്കെതിരിൽ സംസാരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ വിഷയം പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിക്കണം, ഈ വിഷയം നാം ശ്രദ്ധിക്കണം. തയ്യും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമ്മൾ ഷിയാക്കളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് പറഞ്ഞവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിലേക്ക് വരികയും പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നമുക്ക് വിശദീകരിച്ചു തന്നു. ഏതൊരു നന്മയുണ്ടെങ്കിലും അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊരു തിന്മയെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടുന്ന് ജീവിതത്തിൽ മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങളിൽപ്പെട്ടതാണ് ഈ ഉമ്മത്തിൽ ഭിന്നിപ്പ് വരും എന്നതിനെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, സതഫ്തരിഖു ഉമ്മതി അലാ 73 മില്ല. എന്റെ സമുദായം 73 കക്ഷികളായി അവർ ചേരിതിരിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. 73 കക്ഷികളായി എൻ്റെ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാകും. അങ്ങനെ ഭിന്നിപ്പുണ്ടാകുമ്പോൾ വിജയിക്കുന്ന കക്ഷികൾ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, മാ അന അലൈഹി അൽയൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബികളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവരാണ് വിജയിക്കുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇവിടെ നാം നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നു. അന്ന് മുസ്ലിമീങ്ങൾ ഒരു വിഭാഗമാണ്, അവർക്കിടയിൽ ഭിന്നിപ്പില്ല. എന്നാൽ പ്രവാചകൻ പറയുകയാണ്, എൻ്റെ ഉമ്മത്തിൽ ഭിന്നിപ്പ് വരും. ഇത് ആർക്കുള്ള മറുപടിയാണ് എന്ന് ചില ആളുകൾ വന്നിട്ട് പറയും, എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ ഇങ്ങനെ ഭിന്നിപ്പ്? നിങ്ങൾ ഒന്നിക്കണം. ശരിയാണ്, നമ്മൾ ഒന്നിക്കണം. പക്ഷേ ഭിന്നിപ്പുണ്ടാകും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. അതുകൊണ്ട് ഭിന്നിപ്പ് സംഭവിക്കുക തന്നെ ചെയ്യും. നാം ഒരിക്കലും ഭിന്നിപ്പിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പക്ഷെ ഭിന്നിപ്പ് സംഭവിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആ ഭിന്നിപ്പ് വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ഹഖിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്? സഹാബത്തിന്റെ മാർഗം പിൻപറ്റുക. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. പ്രവാചകന്റെ വഫാത്തിന് ശേഷം സഹാബികൾ ഈ ദീനിന്റെ പ്രചാരണവുമായി എല്ലായിടത്തേക്കും സഞ്ചരിച്ചു. ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക, ദീനിന്റെ പ്രചാരണവുമായി സഹാബികൾ എല്ലായിടത്തേക്കും സഞ്ചരിച്ചു. അങ്ങനെ സഹാബത്ത് അവരുടെ ചരിത്രങ്ങൾ നിങ്ങൾ വായിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുമായി അവർക്ക് സാധിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും അവർ കുതിരകളുമായി സഞ്ചരിച്ചു. അവർ ദീൻ പ്രചരിപ്പിച്ചു. അവരുടെ ആദ്യ കാലഘട്ടത്തിലും പ്രത്യേകിച്ച് ദീനിൽ വ്യത്യസ്ത കക്ഷികളോ അല്ലെങ്കിൽ വിഭാഗങ്ങളോ സംഘടനകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സഹാബത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ സഹാബത്തിന്റെ കാലം കുറച്ച് പിന്നിട്ടപ്പോഴാണ് ദീനിൽ ആദ്യമായി ഒരു കക്ഷി ഉണ്ടാകുന്നത്. അതാരാണ്? ഖവാരിജുകൾ. ആദ്യമായി ദീനിൽ ഉടലെടുത്ത കക്ഷികളാണ് ഖവാരിജുകൾ. അതിനുശേഷം വന്നിരിക്കുന്നതാണ് റവാഫിദുകൾ, മുഅ്തസിലിയാക്കൾ തുടങ്ങിയ ചില വിഭാഗങ്ങൾ. ഇവിടെ നമ്മുടെ വിഷയം ഷിയാക്കളാണ്. ഷിയാക്കൾ എപ്പോഴാണ് ആരംഭിച്ചത്? എപ്പോഴാണ് ഷിയാക്കൾ തുടങ്ങിയത്? ആ വിഷയത്തിൽ ഷിയഈ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അവരിൽപ്പെട്ട ചില പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. നമുക്ക് സഹീഹുൽ ബുഖാരി പോലെ, നിങ്ങൾ ഇൻഷാ അല്ലാഹ് എൻ്റെ സംസാരം കുറച്ചേ ഉണ്ടാവും, അത് ഇൻഷാ അല്ലാഹ് ശ്രദ്ധിച്ച് കേൾക്കണം. ചില കാര്യങ്ങൾ തർത്തീബിലൊക്കെ നമ്മൾ ആവർത്തിച്ച് പറയേണ്ടി വരും. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കണം. നമുക്ക് സഹീഹുൽ ബുഖാരി പോലെ ആധികാരികമായ ഷിയാക്കളുടെ കിതാബിന്റെ പേരെന്താണ്? അൽ കാഫി. നമ്മൾ സഹീഹുൽ ബുഖാരി എന്ന് പറയുന്നത് പോലെ അവർ പറയുന്ന കിതാബാണ് അൽ കാഫി. ഇമാം ബുഖാരിയുടെ സഹീഹ് അവർക്ക് അൽ കുലൈനി എന്ന് പറയുന്ന വ്യക്തിയുടെ അൽ കാഫി. ഈ കിതാബിൽ ഷിയാക്കൾ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് കുലൈനി പറയാണ്, വമാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് ഉരിദ അലൈഹി വിലായത്തു അലിയിൻ റളിയല്ലാഹു അൻഹു. മുൻ കഴിഞ്ഞ ഏത് പ്രവാചകന്മാർ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടോ ആ പ്രവാചകന്മാരൊക്കെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വലായത്ത് അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഇമാമത്ത് സ്വീകരിക്കാൻ അവരോട് നിർദ്ദേശിക്കപ്പെട്ടിരുന്നു എന്ന് കുലൈനി അദ്ദേഹത്തിന്റെ കാഫി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു. അപ്പോൾ കുലൈനിയുടെ ഈ വാദം അനുസരിച്ച് തശയ്യുഅ് അല്ലെങ്കിൽ ഷിയ എന്ന് പറയുന്ന ഈ വിഭാഗം ഉണ്ടായത് എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് തന്നെ, പ്രവാചകന്റെ മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ ഷിയായിസത്തിന്റെ അടിവേര് പാകിയിരുന്നു എന്നാണ് കുലൈനിയുടെ കാഫിയിലുള്ള ഈ ഇബാറത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല അവരുടെ വളരെ പ്രസിദ്ധ പണ്ഡിതനായ അൽ കാശാനി
അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയാണ് ثبت أن جميع أنبياء الله ورسله وجميع المؤمنين كانوا لعلي بن أبي طالب محبين. മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരും അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. ഫലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മൻ അഹബ്ബ. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള നിബന്ധന എന്താണ്? അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കലാണ് എന്ന് കാശാനി ഷിയഈ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നതായി നമുക്ക് കാണാം. ഈ ഒരു വാദം, ഇതാണ് അവരുടെ ഒരു വാദം. പ്രവാചകന്റെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഷിയാക്കൾ അല്ലെങ്കിൽ ആ ഒരു വിഭാഗം ഉണ്ടായിരുന്നു എന്നുള്ളത് അവരുടെ കാശാനിയും കുലൈനിയും ഒക്കെ പറഞ്ഞതുപോലെ. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഇതിന് പ്രത്യേകിച്ച് നമ്മളൊരു മറുപടി പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം പ്രവാചകന് മുമ്പുണ്ടായിരുന്ന അംബിയാക്കൾ അവർ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ വിശ്വസിച്ചാൽ മാത്രമേ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഇമാമത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ അവർ സ്വർഗാവകാശികളാവുകയുള്ളൂ എന്ന് പറയണമെങ്കിൽ അതിനെന്ത് വേണം? തെളിവ് വേണം. അതിന് ഷിയാക്കളുടെ കയ്യിൽ തെളിവില്ല. അപ്പോൾ ഇതാണ് അവരുടെ ഒരു അഭിപ്രായം, പ്രവാചകന്റെ കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്നു. രണ്ടാമത്തെ അഭിപ്രായം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഷിയാക്കൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് ഞാൻ ചോദിക്കും. ഷിയാക്കൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ പ്രധാന പണ്ഡിതന്മാരിൽപ്പെട്ട അൽ ഖുമ്മി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ അൽ മഖാലാത്തു വൽ ഫിറഖ് എന്ന കിതാബിൽ പറയുന്നു, അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞ ശേഷം അൽ മിഖ്ദാദ് ഇബ്നുൽ അൽ അസ്വദ് വസൽമാൻ അൽ ഫാരിസി വഅബൂ ദർ അൽ ഗിഫാരി വഅമ്മാർ ഇബ്നു യാസിർ, ഈ 4 സഹാബികൾ ഹും അവ്വലു മൻ സുമ്മു ബിസ്മി തശയ്യുഅ് മിൻ ഹാദിഹിൽ ഉമ്മ, ആദ്യമായി ഷിയാക്കൾ എന്ന പേര് ഈ ഉമ്മത്തിൽ നിന്ന് സ്വീകരിച്ചത് ഈ 4 സഹാബികളാണ് എന്ന് ഖുമ്മി അദ്ദേഹത്തിന്റെ അൽ മഖാലാത്തു വൽ ഫിറഖ് എന്ന കിതാബിൽ പറയുന്നു. എപ്പോഴാണ് ഈ 4 സഹാബികൾ ഈ പേര് സ്വീകരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. ഇതാണ് ഖുമ്മിയുടെ വാദം. അതുപോലെ തന്നെ അവരിൽപ്പെട്ട നൗബഖ്തി, അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടുപരിചയമുള്ള അൽ ഖുമൈനി, അദ്ദേഹത്തിന് അൽ ഹുകൂമത്തുൽ ഇസ്ലാമിയ എന്ന കിതാബിലൊക്കെ പറയുന്ന ആശയം ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഷിയാക്കൾ ഉണ്ടായിരുന്നു എന്നത്. എന്നാൽ ഈ 2 വാദങ്ങൾ, ഷിയാക്കൾ പൊതുവിൽ പറയുന്ന ഈ 2 വാദങ്ങൾ, പ്രവാചകന്റെ മുമ്പുണ്ടായിരുന്നു എന്നതും പ്രവാചകന്റെ കാലഘട്ടത്തിലാണ് ഷിയാക്കൾ ആദ്യമായി വന്നത് എന്നുള്ളതും, ഈ 2 വാദങ്ങളും ശരിയല്ല. നൗബഖ്തി പറഞ്ഞിരിക്കുന്നതാണെങ്കിലും ഖുമ്മി പറഞ്ഞിരിക്കുന്നതാണെങ്കിലും ഖുമൈനി പറഞ്ഞതാണെങ്കിലും ഈ വാദങ്ങളൊന്നും ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതൊന്നും സ്ഥിരപ്പെടാത്ത കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഷിയാക്കൾ വന്നത്? ഷിയാക്കൾ എങ്ങനെയാണ് അവരുടെ ആരംഭമുണ്ടായത്? അവരുടെ ചരിത്രങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഒരു ദിവസം പെട്ടെന്ന് ഒരു സംഘടന രൂപീകരിക്കുകയും അതിന് ചില പ്രതിനിധികൾ എന്ന നിലയിൽ വരികയും ചെയ്ത ഒരു വിഭാഗമല്ല ഷിയാക്കൾ. അതിന് ചരിത്രപരമായി വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നുപോയവരാണ്. ഷിയാക്കൾ ചരിത്രപരമായി വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന കാലഘട്ടത്തിലാണ് ഷിയാക്കൾ ആരംഭിച്ചത് എന്ന് പറയുക പ്രയാസമാണ്. ഇന്ന കാലഘട്ടത്തിൽ ഷിയാക്കൾ ആരംഭിച്ചു എന്ന് പറയുന്നത് പ്രയാസമാണ്. പക്ഷേ അതിന്റെ തുടക്കക്കാരൻ ആരായിരുന്നു? അതിന്റെ ചിന്താഗതികളുടെ തുടക്കം, അതിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് തുടങ്ങിയ വിഷയങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത്, ഷിയാക്കളുടെ അവർ വിശ്വസിക്കുന്ന അധിക വിശ്വാസങ്ങളും അവരുടെ പ്രധാന വാദം എന്താണ്? ഷിയാക്കളുടെ പ്രധാന വാദം എന്താണ്? ഇമാമത്ത് വാദം. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഇമാമത്ത് വാദമാണ് ഷിയാക്കളുടെ പ്രധാന വാദം. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് ഷിയാക്കളുടെ ഏറ്റവും വലിയ പിഴവ് എന്താണെന്ന് ചോദിച്ചാൽ ഇമാമത്ത് വാദം. ആ ഇമാമത്ത് വാദത്തിനെ തുടർന്നാണ് അവർക്കുള്ള എല്ലാ പിഴച്ച അഖീദകളും വരുന്നത്. അത് ഇൻഷാ അല്ലാഹ് 1-2 കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഏത് പിഴവുകൾ ഷിയാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ഈ പിഴച്ച ഇമാമത്ത് വാദം അവരുണ്ടാക്കിയിരിക്കുന്ന ആ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് വന്നിരിക്കുന്ന വാദങ്ങളാണ്. ഈ ഇമാമത്ത് വാദത്തിന്റെ തുടക്കക്കാരൻ ആരാണ്? അബ്ദുല്ലാഹ് ബിൻ സബ എന്ന് പറയുന്ന സനആയിലുണ്ടായിരുന്ന ഒരു ജൂതനാണ് ഈ വാദത്തിന്റെ തുടക്കക്കാരൻ. ഈ വാദം തുടങ്ങിയത് അബ്ദുല്ലാഹ് ബിൻ സബ ആണെന്നുള്ളത് ഒരിക്കലും അഹ്ലുസുന്ന ഷിയാക്കൾക്കെതിരിൽ പറയുന്നതല്ല. മറിച്ച് ഷിയാക്കൾ തന്നെ അവരുടെ ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ ഖുമ്മിയെ പോലെയുള്ള ആളുകൾ സ്ഥാപിക്കുന്ന കാര്യമാണ് ഈ വാദം പറഞ്ഞിരിക്കുന്നത്. അബ്ദുല്ലാഹ് ബിൻ സബ എന്ന് പറയുന്ന ജൂതനാണ്.
അബ്ദുല്ലാഹിബിൻ സബ എന്ന് പറയുന്ന ജൂതനാണ്. അബ്ദുല്ലാഹിബിൻ സബ അലി റളിയല്ലാഹു അൻഹുവിന് പലതരത്തിലുള്ള പ്രത്യേകതകൾ വെച്ച് നൽകുകയും പിന്നീട് അലി റളിയല്ലാഹു അൻഹുവാണ് അള്ളാഹു എന്ന് പറയുന്ന സാഹചര്യം വരെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് വരും. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്തായിരുന്നു? ഈ ചിന്താഗതി ഷിയാക്കൾ എന്ന് പറയുന്ന ആശയങ്ങളുടെ ഉത്ഭവം ആരാണ്? അബ്ദുല്ലാഹിബിൻ സബ എന്ന് പറയുന്ന ജൂതനാണ്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹിബിൻ സബ കൊണ്ടുവന്നിരിക്കുന്ന അടിസ്ഥാനങ്ങളാണ് ഷിയാക്കൾ ഇന്ന് അവരുടെ മദ്ഹബിന്റെ അടിസ്ഥാനങ്ങളായി പരിഗണിക്കുന്ന വിഷയങ്ങൾ. ഉദാഹരണത്തിന് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഇമാമത്തുമായി ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ അഹ്ലുൽ ബൈത്ത് അവർ മഅസൂമിങ്ങളാണ്, അവർ പാപമുക്തരാണ് എന്ന് പറയുന്ന വാദം, തുടങ്ങിയ വാദങ്ങളൊക്കെ അവർക്ക് ലഭിച്ചിരിക്കുന്നത് അബ്ദുല്ലാഹിബിൻ സബ എന്ന് പറയുന്ന ജൂതനിലൂടെയാണ്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും, ഉദാഹരണത്തിന് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം, അതൊക്കെ പല ആളുകളും മുതലെടുക്കുകയും പിന്നീട് വലിയ രീതിയിൽ പുറത്തേക്ക് വരികയും ചെയ്ത ഒരു രൂപമാണ് ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം. ഇനി മൊത്തത്തിൽ ഒരു ചരിത്ര പശ്ചാത്തലം നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. എപ്പോഴാണ് മരണപ്പെടുന്നത് പ്രവാചകൻ? ഹിജ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാ യാ ജമാഅ? പ്രവാചകൻ വഫാത്താന്നോ? അഹ്സൻ. ഹിജ്റ 11 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്, റബീഉൽ അവ്വൽ മാസത്തിൽ. ഹിജ്റ 11 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ 11 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ചരിത്രം നിങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കണം. പ്രവാചകൻ വഫാത്തായ ശേഷം സഹാബികൾക്കിടയിൽ ചർച്ച നടന്നു. എന്തായിരുന്നു ചർച്ച? പ്രവാചകന് ശേഷം ആരാണ് ഖിലാഫത്ത് ഏറ്റെടുക്കുക? അൻസാരികളും മുഹാജിരികളും ഒക്കെ ഇരുന്ന് ചർച്ചയാണ്. അൻസാരികളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, മിന്ന അമീറുൻ വമിൻകും അമീർ. ഒരു കാര്യം നമുക്ക് തീരുമാനിക്കാം, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരു അമീർ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരു അമീർ. പരസ്പരം തർക്കിക്കേണ്ടതില്ല. അൻസാരികളിൽപ്പെട്ട ഒരു അമീർ, മുഹാജിരികളിൽപ്പെട്ട ഒരു അമീർ. ഈ സമയം അങ്ങനെ വാദമുന്നയിച്ച ആളുകളോട് പറയപ്പെട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അൽ അഇമ്മതു മിൻ ഖുറൈശ്. ഇമാമുമാർ വരേണ്ടത്, ഭരണാധികാരികൾ വരേണ്ടത് ഖുറൈശി ഗോത്രത്തിൽ നിന്നാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അൻസാരികളിൽ നിന്ന് ഒരു അമീർ, മുഹാജിരികളിൽ നിന്ന് ഒരു അമീർ എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അൻസാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടയുടൻ അവരന്ന് അംഗീകരിച്ചു. പിന്നീട് ചരിത്രം നിങ്ങൾ നോക്കിയാൽ ചരിത്രത്തിൽ എവിടെയും അൻസാരികൾ ഖിലാഫത്ത് ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ തീരുമാനമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളുടെ ഖിലാഫത്ത് ഏറ്റെടുക്കണം. എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു. എത്ര വർഷമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയത്? 2 വർഷവും 3 മാസവും. 2 വർഷവും 3 മാസവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തി. ഈ കാലയളവിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിരുന്നു. അതിൽപ്പെട്ടതാണ് സകാത്ത് നൽകില്ല എന്ന് പറഞ്ഞ ആളുകളുമായി യുദ്ധം, മുർത്തദീങ്ങളുമായിട്ടുള്ള യുദ്ധം. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ആദ്യമായി ക്രോഡീകരിച്ചതാരാണ്? അബൂബക്കറാണോ ഉസ്മാനാണോ? സമയം കുറവാണ്, ഞാൻ ചോദിക്കുന്നില്ല. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പക്ഷെ നിങ്ങൾക്ക് അറിയണ്ടാവും. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ ഭരണ കാലയളവിൽ നടന്നിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ 2 വർഷവും 3 മാസത്തെയും ഭരണത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. പിന്നീട് ആരാണ് ബൈഅത്ത് ഏറ്റെടുത്തത് അല്ലെങ്കിൽ ഖിലാഫത്ത് ഏറ്റെടുത്തത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹം ഇസ്ലാമിക ദഅവത്തിനെ ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും വികസിപ്പിക്കുകയും ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കൂട്ടമായി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വളരെയധികം ഇസ്ലാമിന് ഉപകാരമുണ്ടാക്കിയ ഒരു ഖിലാഫത്തായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത്. അതിന് ഏറ്റവും പ്രധാന കാരണം
അദ്ദേഹത്തിന്റെ ഭരണകാലം എന്ന് പറയുന്നത് വളരെ ധാരാളമുണ്ട്. എത്ര വർഷം അദ്ദേഹം ഭരിച്ചു? 10 വർഷവും 9 മാസവും. 10 വർഷവും 9 മാസവും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തി. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന ജൂതൻ അല്ലെങ്കിൽ മജൂസിയായ ഒരു വ്യക്തി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തി പരിക്കേൽപ്പിക്കുകയും അതിന് പിന്നിലായി അല്ലെങ്കിൽ അതിനുശേഷം അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശേഷം ഖിലാഫത്തിന്റെ കാര്യം തീരുമാനിക്കേണ്ടത് 6 ആളുകളായിരിക്കണം. ഖിലാഫത്തിന്റെ കാര്യം തീരുമാനിക്കേണ്ടത് 6 ആളുകളായിരിക്കണം. ആരൊക്കെയായിരുന്നു അവർ? അലി, ഉസ്മാൻ. ഈ പേരുകൾ നിങ്ങൾ പഠിക്കണം. അലി, ഉസ്മാൻ, അതുപോലെ തന്നെ തൽഹ, സുബൈർ, പിന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വഖാസ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹും. ഇൻഷാ അല്ലാഹ് എഴുതാത്ത ആളുകള് ഞാൻ അവരെ പ്രതീക്ഷിക്കുന്നത് അവര് ഇൻഷാ അല്ലാഹ് ദാറഖുത്നി ആയിരിക്കും അല്ലേ? ദാറഖുത്നി അങ്ങനെയായിരുന്നു, കേൾക്കുമ്പോൾ മനപ്പാടാക്കി പോകും അറിയാതെ. നിങ്ങൾ എഴുതണം. അല്ലെങ്കിൽ നമ്മൾ സഹാബത്തിന്റെ ചരിത്രമല്ലേ പറയുന്നത്, ഖുലഫാവുകളുടെ ചരിത്രമല്ലേ. ഇൻഷാ അല്ലാഹ് ഇപ്പൊ നിങ്ങൾ എഴുതാനൊന്നും കരുതിയിട്ടില്ലെങ്കിൽ പിന്നീട് ക്ലാസ് കേട്ടിട്ടോ അല്ലെങ്കിൽ എന്റെ ക്ലാസ് കേൾക്കണമെന്നില്ല, ഈ വിഷയങ്ങൾ നിങ്ങൾ പഠിക്കണം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ദാറഖുത്നിയോ മുസനിയോ ആണെങ്കിൽ നിങ്ങൾ അനങ്ങാതിരിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാം മനപ്പാടാകും. തയ്യും. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരണകാര്യം ഏൽപ്പിച്ചിരിക്കുന്നത് 6 ആളുകളെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ 6 ആളുകളിൽ നിന്ന് ഒരു വ്യക്തിയെ ഖലീഫയായി തിരഞ്ഞെടുക്കണം. അലി, ഉസ്മാൻ, തൽഹ, സുബൈർ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വഖാസ്. അങ്ങനെ സഹാബത്തിനിടയിൽ അവർ ഈ 6 ആളുകൾ ഷൂറ ചെയ്യുകയും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞു, എനിക്ക് ഭരണത്തോട് താല്പര്യമില്ല. അദ്ദേഹം അതിൽ നിന്ന് മാറി നിന്നു. അതിനുശേഷം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആളുകളോടൊക്കെ സംസാരിച്ചു, ഓരോരുത്തരുമായി സംസാരിച്ചു. അങ്ങനെ വിശാലമായ ചരിത്രമാണ്. അവസാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുത്തു. ജനങ്ങളെല്ലാവരും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്തു. എത്ര വർഷമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം? എത്ര വർഷമാണ്? എത്ര വർഷമാണ്? 12 വർഷം. 12 വർഷമാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരിച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകത ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ബോധ്യപ്പെടും. എന്തുകൊണ്ടാണ് ഖിലാഫത്ത് വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12 വർഷം ഭരണം നടത്തി. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം ഭരണം ഏറ്റെടുത്തത് ആരാണ്? അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം എത്ര വർഷം ഭരണം നടത്തി? 4 വർഷവും 6 മാസവും. 4 വർഷവും 6 മാസവുമാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഭരിച്ചത്. ഇവിടെ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ 4 ഖുലഫാകളുടെ ചരിത്രം നോക്കിയാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമറിന്റെയും ഉസ്മാന്റെയും റളിയല്ലാഹു അൻഹും അവരുടെ അബൂബക്കറിന്റെയും ഉമറിന്റെയും കാലം പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ രൂപത്തിലുള്ള ഫിത്നകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായപ്പോഴേക്കും ആഭ്യന്തരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങി, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. എന്നാൽ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം ഈ 4 വർഷം അല്ലെങ്കിൽ 4 വർഷവും 6 മാസവും ഈ കാലയളവിൽ കുറച്ചധികം പ്രശ്നങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ സംഭവിച്ചു. സഹാബത്തിനിടയിൽ മറ്റും ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. അതിൽ പ്രധാനപ്പെട്ടത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ജമൽ യുദ്ധമുണ്ടായി. ജമൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഒരു വശത്ത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, മറുവശത്ത് ആയിഷയും തൽഹയും സുബൈറും റളിയല്ലാഹു അൻഹും. അങ്ങനെ ജമൽ യുദ്ധം അവിടെ സംഭവിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് ഇറങ്ങിയതായിരുന്നില്ല. അതൊക്കെ വിശാലമായ ചർച്ചകളാണ്. ഇത് കേൾക്കുമ്പോൾ ആരൊന്നും മനസ്സിലാക്കരുത് സഹാബികൾ യുദ്ധത്തിന് വേണ്ടി ആഗ്രഹിച്ചു പോയി എന്നൊന്നും അതിൽ അർത്ഥമില്ല. സംഭവിച്ച ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് നമ്മൾ പറയാം. അവിടെ ഒരു പ്രശ്നം നടന്നു. ഇപ്പൊ 2 ഭാഗത്തായിരുന്നു സഹാബികളിൽ പലരും. ഒരു വശത്ത് അലി റളിയല്ലാഹു അൻഹു, മറുവശത്ത് ആയിഷ റളിയല്ലാഹു അൻഹും തൽഹയും സുബൈറും. ഈ സമയം നമ്മളിത് പറഞ്ഞതിന്റെ ഉദ്ദേശം, ഈ സമയം ജനങ്ങൾക്കിടയിൽ ചില പ്രയോഗങ്ങൾ വന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകൂടത്തിൽ ഈ സമയം ജനങ്ങൾക്കിടയിൽ ചില പ്രയോഗങ്ങൾ വന്നു. ഏതുപോലെ? ചില ആളുകൾ പറഞ്ഞു ചില വിഭാഗങ്ങളെ കുറിച്ച്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ളവരെ കുറിച്ച് എന്ത് പറയും? ഇത് ഷിയഅത്തു അലിയാണ്. അഥവാ ഷിയ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം എന്താ? സഹായികളാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹായികളാണ് ഈ ആളുകളൊക്കെ. ഇത് ഷിയഅത്തു സുബൈറാണ്, ഷിയഅത്തു തൽഹയാണ്, ഷിയഅത്തു ആയിഷയാണ് എന്നിങ്ങനെ പദപ്രയോഗങ്ങൾ ആരംഭിക്കാൻ വേണ്ടി തുടങ്ങി. അതൊരിക്കലും ഇന്ന് നമ്മൾ കാണുന്ന ഷിയാക്കളുമായി അതിന് യാതൊരു ബന്ധവുമില്ല.
മറിച്ച് ആ ഒരു പദപ്രയോഗം അവർക്കിടയിൽ വന്നു. ഇബ്നു നദീം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഫെഹ്റിസ്തിൽ ഷിയാക്കളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹം ഇങ്ങനെ ഒരു സംസാരം വന്നതുകൊണ്ട് അദ്ദേഹം പറയുന്നു ഷിയാക്കളുടെ അടിസ്ഥാനം ജമൽ യുദ്ധശേഷമാണ് ആരംഭിച്ചത്, ഷിയാക്കളുടെ ഉത്ഭവം ജമൽ യുദ്ധശേഷമാണ് ആരംഭിച്ചത് എന്ന് ഇബ്നു നദീം അദ്ദേഹത്തിന്റെ ഫെഹ്റിസ്തിൽ പറയുന്നതായി നമുക്ക് കാണാം. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജമൽ യുദ്ധം നടന്ന ശേഷം ഈ ഒരു സംസാരം വന്നു. ഷിയാഅത്തു അലി, ഷിയാഅത്തു തൽഹ, ഷിയാഅത്തു സുബൈർ എന്ന് പറയുന്ന ഒരു സംസാരം വന്നു. പക്ഷേ ഒറ്റപ്പെട്ട ചില ആളുകൾ ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ അവർക്ക് അവരുടേതായ ചില മസാജിദുകളോ അവരുടേതായ എന്തെങ്കിലും അഖായിദകളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു. പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലം നടന്ന മറ്റൊരു വിഷയമാണ് സിഫീൻ യുദ്ധം. സിഫീൻ യുദ്ധം ആരും തമ്മിലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നമുണ്ടായത് അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹും, അലി റളിയല്ലാഹു അൻഹു അതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹും തമ്മിലായിരുന്നു. ഇതും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു വിഷയമാണ്. ഈ ഒരു പ്രശ്നം നടന്ന ശേഷവും ആളുകൾക്കിടയിൽ ചില മാനസികമായി സ്വാഭാവികമായി രണ്ട് വിഭാഗം തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നം നടന്നാൽ രണ്ട് വിഭാഗവും അവരുടെ ഭാഗം ന്യായീകരിക്കും. അങ്ങനെ ഷിയാഅത്തു മുആവിയ എന്ന് പറഞ്ഞ ചില ആളുകൾ വന്നു, ഷിയാഅത്തു അലി എന്ന് പറയുന്ന ചില ആളുകൾ വന്നു. ഇവിടെയൊന്നും ഷിയാക്കൾ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ വിശ്വാസ കാര്യങ്ങളോ മറ്റോ ഒന്നും വന്നിരുന്നില്ല. അതുപോലെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം നടന്ന മൂന്നാമത്തെ ഒരു വിഷയമാണ് നഹർവാൻ, മഅറകത്തു നഹർവാൻ, നഹർവാൻ യുദ്ധം. അത് ആരും തമ്മിലായിരുന്നു. ആരൊക്കെയാണ്? അലി റളിയല്ലാഹു അൻഹും ഖവാരിജുകളും. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ തമാശ രൂപത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യം എന്താണ്? നമ്മൾ സഹാബത്തിനെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ചരിത്രങ്ങളിൽ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സംഭവങ്ങൾ പോലും നമുക്ക് അറിയില്ല എങ്കിൽ നമ്മൾ എത്രമാത്രം ഇനിയും പഠിക്കേണ്ടതിരിക്കുന്നു എന്നതിന്റെ ആവശ്യകതയാണ്. എത്രമാത്രം പഠിക്കേണ്ടിയിരിക്കുന്നു ഈ വിഷയങ്ങളിലൊക്കെ. ഇന്ന് ബിദ്അത്തിന്റെ ആളുകൾ അഹ്ലുസുന്നയെ കുറ്റം പറയുമ്പോൾ നമ്മുടെ മുന്നിൽ, നമ്മുടെ വാട്സപ്പുകളിലും മറ്റും ഇത്തരത്തിലുള്ള മെസ്സേജുകൾ നമുക്ക് ലഭിക്കുമ്പോൾ അത് പ്രതിരോധിക്കാൻ നമുക്കറിയില്ലെങ്കിൽ, നമ്മുടെ ഖുലഫാകളെ കുറിച്ച് കുറ്റം പറയുന്നവരെ പ്രതിരോധിക്കാനുള്ള അറിവ് പോലും നമുക്കില്ല എങ്കിൽ എത്രമാത്രം ഇങ്ങനെയുള്ള ദർസുകളിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീന് പറയുന്ന സദസ്സുകളിൽ എത്രമാത്രം നാം ഇരിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു ആവശ്യകത നാം ഓരോരുത്തരും ചിന്തിക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നമ്മെ അയച്ചത് എങ്ങനെയെങ്കിലും ജോലിയെടുത്ത് 3 നേരം ഭക്ഷണം കഴിച്ച് മരണപ്പെട്ടു പോകാനല്ല, മറിച്ച് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. അത് ഇബാദത്താണ്. ആ ഇബാദത്ത് ഏറ്റവും നല്ല നിലയിൽ നിർവഹിക്കണമെങ്കിൽ മനസ്സിൽ ഈ ദീൻ ഇത് സത്യമാണ് എന്ന് ഉറപ്പുണ്ടാകണം. ഈ ദീനിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാകണം. അതുകൊണ്ട് പഠിക്കുന്ന കാര്യത്തിൽ കൂടുതൽ എല്ലാവരും ഇൻഷാ അല്ലാഹ് ശ്രദ്ധ കാണിക്കണം. നഹർവാൻ യുദ്ധം നടന്നത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും ഖവാരിജുകളും തമ്മിലാണ്. അലി റളിയല്ലാഹു അൻഹും ഖവാരിജുകളും തമ്മിലാണ്. ഈ ഒരു സമയത്താണ് ഖവാരിജുകൾ, അല്ലെങ്കിൽ സ്വാഭാവികമായി നഹർവാൻ യുദ്ധം ഖവാരിജുകളാണെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ആരുണ്ടായി? ഖവാരിജുകൾ ഉണ്ടായിട്ടുണ്ട്. സുഫീന് ശേഷമാണ് ഖവാരിജുകൾ ഒരു വിഭാഗമായി, ഒരു കക്ഷിയായി രൂപപ്പെട്ടു വന്നത്. സുഫീൻ യുദ്ധത്തിന് ശേഷമാണ്, അഥവാ ഹിജറ 37 ഖവാരിജുകൾ ഒരു കക്ഷിയായി വന്നത്. അങ്ങനെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരോട് യുദ്ധം ചെയ്തു. ആ ചരിത്രം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അയച്ചു. അങ്ങനെ ഖവാരിജുകളുമായി മുനാദറ നടത്തി, സംവദിച്ചു. ഏകദേശം 6000-ഓളം ഖവാരിജുകളാണ് അന്നുണ്ടായിരുന്നത്. അതിൽ 2000 ആളുകൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവുമായി സംസാരിച്ച ശേഷം തിരിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജിലേക്ക് വന്നു. ബാക്കിയുള്ള ആളുകളുമായി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും സംസാരിച്ചു. പക്ഷേ അവർ പലരും അവരുടെ ചിന്താഗതി എന്താണോ അതിൽ തന്നെ ഉറച്ചു നിന്നു. പിന്നീട് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരുമായി യുദ്ധം ചെയ്യുകയും 2000-ത്തിലധികം ആളുകൾ അവരിൽ നിന്ന് കൊല്ലപ്പെടുകയും ചെയ്തതായി നമുക്ക് ചരിത്രങ്ങളിൽ കാണാവുന്നതാണ്. ഈ ഒരു കാലയളവിൽ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ജമൽ യുദ്ധം, സിഫീൻ യുദ്ധം, അതുപോലെ തന്നെ നഹർവാൻ യുദ്ധം, ഈ യുദ്ധമൊക്കെ അല്ലെങ്കിൽ ഈ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്ന ഈ ഒരു കാലയളവിൽ അബ്ദുല്ലാഹ് ബിൻ സബ എന്ന് പറയുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞ ആ ജൂതൻ അബ്ദുല്ലാഹ് ബിൻ സബ എന്ന് പറയുന്ന യമനിലെ സനഅയിൽ നിന്നുള്ള ആ ജൂതൻ ഇസ്ലാം സ്വീകരിക്കുന്നതായി പ്രഖ്യാപിച്ചു. ഏകദേശം ഈ ഒരു കാലയളവിൽ ശേഷം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് എല്ലാ കാര്യത്തിലും മുൻഗണന നൽകുകയും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹമാണ് റബ്ബ് എന്ന് പറയുകയും ചെയ്തു. അബ്ദുല്ലാഹ് ബിൻ സബ പറഞ്ഞു,
അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ആണ് നമ്മുടെ ഇലാഹ്, അദ്ദേഹത്തെയാണ് നാം ആരാധിക്കേണ്ടത്. ജനങ്ങളിൽ പല ആളുകളും അത് സ്വീകരിച്ചു. അബ്ദുല്ലാഹ് ബിൻ സബഇന്റെ വാദം സ്വീകരിച്ചു. ഈ വിഭാഗത്തിന്റെ പേരെന്താണ്? സബഇയ്യ. ഈ വിഭാഗത്തിന്റെ പേര് സബഇയ്യ. ഇതാണ് ഷിയാക്കളിൽ ആദ്യമായി ഒരു പേരോടുകൂടി വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഭാഗം, സബഇയ്യാക്കൾ. അബ്ദുല്ലാഹ് ബിൻ സബഇന്റെ ഈ ഒരു വിഭാഗം. കാരണം ഷിയാക്കൾ എന്ന് പറയുന്നത് ധാരാളം കക്ഷികളുണ്ട്. അവരിൽപ്പെട്ട ചില പണ്ഡിതന്മാർ, മസ്ഊദിയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ പറയുന്നതനുസരിച്ച് 70-ലധികം വിഭാഗങ്ങൾ ഷിയാക്കളിൽ മാത്രമുണ്ട്. ഷിയാക്കളിൽ മാത്രം 70-ലധികം വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട സബഇയ്യാക്കൾ വന്നത് അബ്ദുല്ലാഹ് ബിൻ സബഇന്റെ ഈ വാദവുമായിട്ടാണ്. അലി റളിയല്ലാഹു അൻഹു ആണ് ഇലാഹ് എന്ന് പറഞ്ഞു. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന് വിവരം ലഭിച്ചു, ഇങ്ങനെ ചില ആളുകൾ പറയുന്നുണ്ട്. അദ്ദേഹം എന്തു ചെയ്തു? അവിടെയുള്ള ആളുകളോട്, ഈ വാദവുമായിട്ടുള്ള ആളുകളോടൊക്കെ വരാൻ ആവശ്യപ്പെട്ടു. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു വലിയൊരു തീക്കുണ്ടാരം തയ്യാറാക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങളുടെ വാദം എന്താണ്? അപ്പൊ അവർ പറഞ്ഞു, അൻതഹു, താങ്കളാണ് അവൻ. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ ഹു, ആരെയാണ് ഉദ്ദേശിച്ചത്? ഇപ്പൊ പറഞ്ഞു, ഹു അല്ലാഹ്, അൻത അല്ലാഹ്, താങ്കളാണ് അല്ലാഹു എന്ന് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ഈ വാദം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വാദവുമായി എനിക്ക് ബന്ധമില്ല. അദ്ദേഹം ആ വാദം തിരുത്തി കൊടുത്തു. അതിൽ ചില ആളുകൾ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഈ വിഷയം പറഞ്ഞപ്പോൾ, അലി റളിയല്ലാഹു അൻഹു എനിക്ക് ഈ വാദവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ആ വാദം ഉപേക്ഷിക്കുകയും തിരിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. കാരണം അവർ പറഞ്ഞു, താങ്കൾ ഇങ്ങനെ വാദിക്കുന്നു എന്നത് കേട്ടത് കൊണ്ടാണ് നാം ഈ വാദം സ്വീകരിച്ചത്. താങ്കൾക്ക് ഇങ്ങനെ ഒരു വാദമില്ലെങ്കിൽ പിന്നെ നാം എന്തിന് അങ്ങനെ പറയണം? അവർ ആ വാദത്തിൽ നിന്ന് പിന്മാറി. രണ്ടാമതൊരു വിഭാഗം എന്ത് പറഞ്ഞു? അലി റളിയല്ലാഹു അൻഹു തീക്കുണ്ടാരം തയ്യാറാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, തീ കൊണ്ട് ശിക്ഷിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. തീ കൊണ്ട് ശിക്ഷിക്കുക അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നതാണ്. ഖുർആനിൽ നരകശിക്ഷയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തീ കൊണ്ട് ശിക്ഷിക്കുന്ന താങ്കൾ തന്നെയാണ് റബ്ബ് എന്ന് അവർ അതിൽ ഉറച്ചു നിന്നു. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അവരെ തീക്കുണ്ടാരത്തിലേക്ക് ഇട്ടു. അതാണ് പിന്നീട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ പറഞ്ഞത്, ഞാനായിരുന്നെങ്കിൽ അവരെ ഒരിക്കലും തീ കൊണ്ട് ശിക്ഷിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞത്. മൂന്നാമതൊരു വിഭാഗം, അവർ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പ്രത്യേകിച്ചൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പ്രത്യേകിച്ച് അവർ ആ വിഷയത്തിൽ നിന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹു ഇലാഹാണ് എന്ന് പറയുകയൊന്നും ചെയ്തില്ല. മറിച്ച് അവർ മിണ്ടാതിരുന്നു. അവരെ അലി റളിയല്ലാഹു അൻഹു വിടുകയും ചെയ്തു. ആ ഒരു വിഭാഗത്തിന്റെ പിന്തുടർച്ച ഇന്നും നിലനിൽക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു ആണ് ഇലാഹ്, അദ്ദേഹത്തെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറയുന്ന വിഭാഗം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അലി ഇലാഹിയ എന്ന പേരിൽ ഇറാനിലടക്കം അവർക്കൊരു വിഭാഗം തന്നെയുണ്ട്. അലി ഇലാഹിയ എന്ന പേരിൽ ഇറാനിലടക്കം ഒരു വലിയ ഒരു കമ്മ്യൂണിറ്റി തന്നെ അവരുണ്ട്. ചില ആളുകൾ കരുതുന്നത് പോലെ എല്ലാ ഷിയാക്കളും അലി റളിയല്ലാഹു അൻഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരല്ല. അവർക്ക് അള്ളാഹുവിന് മാത്രം നൽകാവുന്ന പല വിശേഷണങ്ങളും അലി ബിൻ അബി താലിബിന് ഷിയാക്കൾ പൊതുവിൽ വകവെച്ച് നൽകാറുണ്ട്. പക്ഷേ ഇബാദത്ത്, നേർക്കുനേർ ഇബാദത്ത്, അലിയാണ് അള്ളാഹു എന്ന് പറയുന്ന വിശ്വാസം എല്ലാ ഷിയാക്കൾക്കുമില്ല. മറിച്ച് അലി ഇലാഹിയ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗമാണ് ആ ഒരു വിശ്വാസവുമായി വന്നിരിക്കുന്നത്. ഇവിടെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇലാഹാണെന്ന് വാദിച്ചത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ആരാണ് തുടങ്ങിയത്? അബ്ദുല്ലാഹ് ഇബ്നു സബ. അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു സബ പറഞ്ഞിരിക്കുന്ന പ്രധാന ഒരു വാദമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം പ്രവാചകന്റെ ആ സ്ഥാനം, ആ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ ഏറ്റവും അധികം അർഹരായവരാരാണ്? അലി ബിൻ അബി താലിബാണ് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു സബ വാദിച്ചു. എന്താണ് അബ്ദുല്ലാഹ് ഇബ്നു സബഇന്റെ ഒരു ന്യായം? അബ്ദുല്ലാഹ് ഇബ്നു സബ പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ശേഷം യൂശഅ ബിൻ നൂനിനെ ഏൽപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ശേഷം വസിയ്യായിക്കൊണ്ട് അലി ബിൻ അബി താലിബിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹ് ബിൻ സബ വാദിച്ചതായി നൗബഖ്തി അദ്ദേഹത്തിന്റെ ഫിറഖു ഷിയയിലും മജ്ലിസി ബിഹാറുൽ അൻവാറിലും ഒക്കെ സ്ഥാപിക്കുന്നതായി കാണാം. ഇപ്പൊ ഷിയ പണ്ഡിതന്മാർ തന്നെ അബ്ദുല്ലാഹ് ബിൻ സബയിലേക്ക് ഈ ഒരു വാദം ചേർത്ത് പറയുന്നുണ്ട് എന്നത് വാസ്തവമാണ്. അങ്ങനെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഈ ആളുകളെയൊക്കെ അലി റളിയല്ലാഹു അൻഹു, ചില ആളുകളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീയിലിട്ട് കരിച്ചു കളഞ്ഞു. വേറെ ചില ആളുകൾ അവരുടെ വാദത്തിൽ നിന്ന് പിന്മാറി.
എന്നാൽ ചില ആളുകൾ അവരുടെ അഭിപ്രായം എന്താണെന്ന് പുറത്ത് പ്രകടിപ്പിക്കാതെ മറച്ചു വെക്കാൻ വേണ്ടി തുടങ്ങി. തഖിയ എന്നൊക്കെ അവർ പറയുന്ന ഒരു കാര്യം, അവർ മനസ്സിലുള്ള അഖീദ പുറത്തു പറയാതെ മറച്ചു വെക്കാൻ തുടങ്ങി. എന്നാൽ മറുവശത്ത് ഖവാരിജികൾ അവർ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അവർക്ക് ധാരാളം സ്വാധീനമുണ്ട്, അവർക്ക് അവരുടേതായ സായുധ സേനകളുണ്ട്. എന്നിങ്ങനെ എല്ലാവിധ വിഷയങ്ങളും ഖവാരിജുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരെ മുനാദറ നടത്തിയത്. പിന്നീട് ഹിജറ 100-ൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല വന്നപ്പോൾ അവരുമായി സംവദിച്ചതൊക്കെ ആ ഒരു കാരണത്താലായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേകമായി ഇഷ്ടം വെക്കുകയും അലി റളിയല്ലാഹു അൻഹു ഇലാഹാണ് എന്ന് പറയുകയും ചെയ്യുന്ന വാദങ്ങളൊക്കെ ചില ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നു. സബഇയ്യ എന്ന് പറയുന്ന ഒരു വിഭാഗമൊക്കെ ഉണ്ടായെങ്കിലും പ്രത്യക്ഷത്തിൽ ഷിയാക്കൾക്ക് വലിയൊരു പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരും അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള ഇഷ്ടം അമിതമായി, ചില ആളുകളൊക്കെ അമിതമായി പ്രകടിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. പ്രത്യേകിച്ച് സിഫീൻ യുദ്ധം നടന്ന ശേഷം മുആവിയ റളിയല്ലാഹു അൻഹുവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആളുകളുടെ മനസ്സിൽ ചില ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിനെ മാത്രം അംഗീകരിക്കുകയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സ്ഥാനം കുറച്ച് കാണുകയും, അല്ലെ അലി റളിയല്ലാഹു അൻഹു ഉന്നതമായ സ്ഥാനമുള്ളവർ, പക്ഷേ സഹാബികളെ നാം സ്വീകരിക്കേണ്ട രീതിയിലല്ലാതെ സ്വീകരിക്കുന്ന ചില സംസാരങ്ങളൊക്കെ ആളുകൾക്കിടയിൽ വന്നു തുടങ്ങി. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഖവാരിജുകൾ നെഹ്റുവാനിൽ നടന്നിരിക്കുന്ന യുദ്ധത്തിന് പ്രതികാരമായി ഖവാരിജുകൾ എന്ത് തീരുമാനമെടുക്കുന്നത്? അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളയണം. അങ്ങനെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ അബ്ദുറഹ്മാൻ ഇബ്നു അംർ എന്ന് പറയുന്ന ഇബ്നുൽ മുൽജിം എന്ന പേരിൽ അറിയപ്പെട്ട ഒരു ഖാരിജി അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു. പിന്നീട് ആരാണ് ഖിലാഫത്ത് ഏറ്റെടുത്തത്? ആരായിരുന്നു? ഹസൻ. പിന്നീട് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. എത്ര വർഷമാണ് അദ്ദേഹം ഭരിച്ചത്? 6 മാസം. 6 മാസമായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. പിന്നീട് ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഹസൻ റളിയല്ലാഹു അൻഹു ഭരണം വിട്ടു നൽകുകയും ചെയ്തു. ഹസൻ റളിയല്ലാഹു അൻഹു ഭരണം ഒഴിഞ്ഞ് മുആവിയ റളിയല്ലാഹു അൻഹുവിന് നൽകുകയും ചെയ്തു. അത് ഏത് വർഷത്തിലാണ്? ഹിജറ 41-ൽ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം എത്ര വർഷമായി? 30 വർഷം. സഫീന റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖിലാഫത്തുൻ നുബുവ്വതി 30 സന. ഖിലാഫത്ത് ഉണ്ടാവുക എത്ര വർഷമാണ്? 30 വർഷമായിരിക്കും. സുമ്മ യുഅ്തില്ലാഹുൽ മുൽക്ക്, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല മുലൂക്കിയത്ത്, രാജഭരണം, അത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അധികാരം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ദാവൂദ് റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അപ്പൊ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നുബൂവത്തിന്റെ ഭരണം, ഖിലാഫത്ത് എത്ര വർഷം ഉണ്ടാകും? 30 വർഷം. അത് അവിടുത്തെ മുഇസ്സത്തിൽപ്പെട്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 30 വർഷമാണ് ഖിലാഫത്ത് ഉണ്ടാവുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നവർക്ക് ഭരണം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹസൻ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഭരണം ഏറ്റെടുത്തത് ആരാണ്? മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ആണ്. എത്ര വർഷമാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം? 20 വർഷം. മുആവിയ റളിയല്ലാഹു അൻഹു ഏകദേശം 20 വർഷത്തോളം ഭരണം നടത്തി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം, ചരിത്രം പഠിച്ചു നോക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും, ചരിത്രത്തിൽ വന്ന ഏറ്റവും നല്ല രാജാവായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഇത് പ്രിയപ്പെട്ടവരെ, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വായിക്കുന്ന ഏതൊരാൾക്കും പ്രവാചകൻ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന സ്ഥാനം, മഹത്വം അത് മനസ്സിലാകും. പ്രവാചകന്റെ വഹി എഴുതാൻ വേണ്ടി തെരഞ്ഞെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയെ വിവാഹം ചെയ്തു. മുആവിയ നമുക്ക് ഖാലുൽ മുഅ്മിനീനാണ്, മുഅ്മിനീങ്ങളുടെ ഉമ്മയുടെ സഹോദരനാണ് മുആവിയ ഇബ്നു അബി സുഫിയാൻ. ഇങ്ങനെ ധാരാളം ഫളായിലുകളുള്ള ഒരു മഹാനായ സഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ അറിയണം. അദ്ദേഹത്തെ കുറ്റം പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് മോശം ഒരു വാക്ക് പറയുന്ന രീതി
അഹ്ലുസുന്നക്കില്ല. ഇന്ന് ആരെങ്കിലും വന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പല സംഘടനകളുടെ ആളുകളും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ പ്രവാചകൻ അത്രയും വിശ്വസിച്ചിരുന്ന, വഹി എഴുതാൻ പ്രവാചകൻ തിരഞ്ഞെടുത്ത സഹാബിയാണ് മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അബൂ തൗബത്ത് അൽ-ഹലബി റഹിമഹുല്ലാഹ് പറയുന്നത്, മുആവിയ സഹാബികളിലേക്കുള്ള വാതിലാണ്. മുആവിയെ കുറ്റം പറയുന്നവർ ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള സഹാബികളെ കുറ്റം പറയാനാണ്. മാത്രമല്ല അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്കിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, മുആവിയയാണോ നല്ലത് അതല്ല ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, മുആവിയ റളിയല്ലാഹു അൻഹു ആണോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണോ? അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് എന്താണ് പറഞ്ഞത്? പ്രവാചകന്റെ കൂടെ മുആവിയ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ മൂക്കിൽ പ്രവേശിച്ച പൊടി പോലെയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. കാരണം മുആവിയക്ക് ഒരു ഫضലുണ്ട്. എന്താണ് ആ ഫضൽ? പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹം പ്രവാചകന്റെ കൂടെ സഹവസിച്ചിരുന്നു. വേറെ ഒരാൾക്കും ആ ഫضൽ ലഭിക്കുകയില്ല. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ ഇജ്മാഉള്ള വിഷയമാണ്, സഹാബത്താണ് ഏറ്റവും ഉത്തമരായ ആളുകൾ. അത് സഹാബത്ത് മൊത്തത്തിലല്ല, ഓരോരോ സഹാബി എടുത്തു നോക്കിയാലും ഒരു സഹാബിയേക്കാളും ഉത്തമരായ ഒരു വ്യക്തി പിൽക്കാലഘട്ടത്തിൽ വരികയില്ല. ചില പണ്ഡിതന്മാർ അതിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിലും പഴയ കാലഘട്ടത്തിൽ ഇജ്മാ ഉദ്ധരിക്കപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഗണിക്കപ്പെടുകയില്ല. പണ്ട് അഹ്ലുസുന്ന ഇജ്മാ ഉദ്ധരിച്ച വിഷയമാണ്. സഹാബത്ത് ഒന്നടങ്കം നോക്കിയാലും ഓരോരോ വ്യക്തി എടുത്തു നോക്കിയാലും അവരാണ് പിൽക്കാലഘട്ടത്തിൽ വരുന്നവരെക്കാളും ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ. അത് കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ പഠിക്കുക. കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്നൊരു ദർസിൽ അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് വിശദീകരിച്ചിരുന്നു. വേറെ ദർസുകൾ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. കാരണം നമ്മുടെ നാട്ടിൽ ചില സംഘടനകൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള ബാധ്യത നാം പഠിക്കണം. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഭരണം ഏറ്റെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, അവ്വലു ഹാദൽ അംരി നുബുവ്വത്തുൻ വറഹ്മ. ഈ ദീനിന്റെ ആദ്യ കാലഘട്ടം പ്രവാചകത്വവും ഉണ്ടാകും, ജനങ്ങൾക്ക് കാരുണ്യവുമായിരിക്കും. അതാരുടെ കാലഘട്ടമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം. സുമ്മ യകൂനു ഖിലാഫത്തുൻ വറഹ്മ. പിന്നീട് ഖിലാഫത്ത് നിലനിൽക്കും, അതുപോലെ ജനങ്ങൾക്ക് അത് കാരുണ്യമായിരിക്കും. അതാരുടെ കാലഘട്ടം? ഈ പറഞ്ഞ 30 വർഷം. സുമ്മ യകൂനു മുൽക്കുൻ വറഹ്മ. പിന്നീട് രാജഭരണം ഉണ്ടാവുകയും അത് കാരുണ്യമാവുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏറ്റവും യോഗ്യൻ അതിനാരാണ്? മുആവിയ ഇബ്നു അബി സുഫിയാനാണ്. കാരണം ബാക്കിയുള്ള വിഷയങ്ങളൊന്നും നമുക്കറിയില്ലെങ്കിലും അദ്ദേഹം സഹാബിയാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം സഹാബിയാണ്. അങ്ങനെ മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തു. 20 വർഷത്തോളം അദ്ദേഹം ഭരണം നടത്തി. ഉലമാക്കൾ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നല്ല ഭരണമായിരുന്നു. അദ്ദേഹം രാജഭരണമാണ് നടത്തിയത് എന്ന ഒരു വേർതിരിവ് ഒഴിച്ചു നിർത്തിയാൽ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണത്തോട് അത്രയും നല്ല ഭരണം കാഴ്ചവെച്ച ഒരു സ്വാഭാവികമായും അബൂബക്കറിന്റെയും ഉമറിന്റെയും സ്ഥാനത്ത് പിൽക്കാലഘട്ടത്തിൽ വന്നാലും എത്തില്ല. പക്ഷേ താരതമ്യേനെ വളരെ നല്ല ഭരണം നടത്തിയ സഹാബിയായിരുന്നു മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ 20 വർഷത്തെ ഭരണകാല ശേഷം മുആവിയ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. പിന്നെ ആരാണ് ഭരണം ഏറ്റെടുത്തത്? മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ യസീദ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ യസീദ് ഇബ്നു മുആവിയയാണ് ഭരണം നടത്തിയത്. ആരായിരുന്നു യസീദിന്റെ ഭരണം ഏൽപ്പിച്ചത്? മുആവിയ സഹാബിയാണ് അദ്ദേഹത്തിന്റെ മകനെ ഭരണം ഏൽപ്പിച്ചത്. അടിസ്ഥാനപരമായി അഹ്ലുസുന്ന വിശദീകരിക്കുന്നതനുസരിച്ച് ഭരണം ഒരിക്കലും മക്കൾക്ക് നൽകാവുന്നതല്ല. പക്ഷെ എന്തുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു നൽകി? ഇബ്നു ഖൽദൂൻ റഹിമഹുല്ലാഹും മറ്റും വിശദീകരിക്കുന്നതായി കാണാം. ആ കാലഘട്ടത്തിലെ ആഭ്യന്തര വിഷയങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങളും മറ്റും നിയന്ത്രിക്കാൻ ബനൂ ഉമയ്യയിൽപ്പെട്ട ഒരു വ്യക്തി തന്നെ ഭരണം ഏറ്റെടുക്കണമായിരുന്നു. ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്നത് ചരിത്രത്തിൽ അദ്ദേഹത്തെ പോലെ ചരിത്രം നിരീക്ഷിക്കുകയും ചരിത്രം വിശദീകരിക്കുകയും ചെയ്ത ആളുകൾ കുറവായിരിക്കും. അങ്ങനെയുള്ള ഒരു പണ്ഡിതൻ ഇബ്നു ഖൽദൂൻ റഹിമഹുല്ലാഹ് പറയാണ്, ബനൂ ഉമയ്യയിൽ നിന്ന് ഭരണം പുറത്തേക്ക് പോയാൽ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹു തന്റെ മകനെ അതിന് പാകപ്പെടുത്തുകയും അദ്ദേഹത്തിന് ഭരണം നൽകുകയും ചെയ്തത്. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം യസീദ് ഇബ്നു മുആവിയ ഭരണമേറ്റെടുത്തു. പ്രിയപ്പെട്ടവരെ, യസീദ് ഇബ്നു മുആവിയ ഭരണമേറ്റെടുത്തപ്പോൾ ചില സഹാബികൾ, അന്ന് വേറെയും സഹാബികൾ ധാരാളം ആളുകൾ ജീവിച്ചിരിക്കുന്നു, എല്ലാ സഹാബികളും യസീദ് ഇബ്നു മുആവിയക്ക് ബൈഅത്ത് ചെയ്തു. 2 ആളുകൾ ഒഴികെ. ഒന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ടാമത്തെ മകൻ. അഥവാ നേരത്തെ നമ്മൾ ഹസനെ പറഞ്ഞു, ഹസൻ അല്ല ഹുസൈൻ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തില്ല. അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറും ബൈഅത്ത് ചെയ്തില്ല. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു
ബൈഅത്ത് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ യസീദിനെതിരിൽ സംസാരിക്കുകയോ യസീദിനെതിരിൽ കുറ്റം പറയുകയോ ആളുകളെ ഇറക്കി വിടുകയോ ഒന്നും ചെയ്തില്ല. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് പോയി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം ബൈഅത്ത് ചെയ്തില്ല എന്നറിഞ്ഞപ്പോൾ ഇറാഖിൽ നിന്ന്, കൂഫയിൽ നിന്ന് ധാരാളം കത്തുകൾ വരാൻ വേണ്ടി തുടങ്ങി. കാരണം കൂഫ, നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? കൂഫ ആ സമയം യസീദിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇപ്പൊ കൂഫക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് വരെ താല്പര്യമില്ല. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, എന്താണ് ഇറാഖിന്റെ അല്ലെങ്കിൽ കൂഫയുടെ ഒരു പ്രസക്തി? ഇസ്ലാമിന്റെ ഭരണ തലസ്ഥാനം ഏതായിരുന്നു? കൂഫയായിരുന്നു. ആരുടെ കാലം മുതൽ? അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ. അബൂബക്കറും ഉമറും ഉസ്മാനും ഭരിക്കുമ്പോൾ ഭരണ തലസ്ഥാനം എവിടെയാണ്? മദീനയാണ്. പക്ഷെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കൂഫയാണ്. അപ്പോൾ കൂഫയിൽ, പ്രിയപ്പെട്ടവരെ, കൂഫയിലുള്ള ആളുകൾക്ക് യസീദ് ബിൻ മുആവിയയെ ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തില്ല എന്നറിഞ്ഞപ്പോൾ ആളുകൾ കത്തയക്കാൻ തുടങ്ങി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, താങ്കൾ നമ്മുടെ നാട്ടിലേക്ക് വരണം, ഞങ്ങൾ താങ്കൾക്ക് ബൈഅത്ത് തരാൻ തയ്യാറാണ്. അങ്ങനെ കത്തുകൾ ധാരാളം അദ്ദേഹത്തിന് വന്നുകൊണ്ടേയിരുന്നു. ഏകദേശം ചരിത്രം പറയുന്നതനുസരിച്ച് 500-ലധികം കത്തുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചു. 500-ലധികം കത്തുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചു. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു വിഷയത്തിൽ ഉറപ്പുവരുത്താൻ അദ്ദേഹത്തിന്റെ വാപ്പയുടെ സഹോദരന്റെ മകൻ മുസ്ലിം ബിൻ അഖീൽ എന്ന് പറയുന്ന വ്യക്തിയെ കൂഫയിലേക്ക് അയച്ചു. ജനങ്ങൾ എനിക്ക് കത്തയക്കുന്നുണ്ട്, ഇതൊക്കെ സത്യമാണോ, ജനങ്ങൾ അവിടെ ബൈഅത്ത് നൽകും എന്ന് പറയുന്നത് ശരിയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ മുസ്ലിം ബിൻ അഖീലിനെ കൂഫയിലേക്ക് അയച്ചു. മുസ്ലിം ബിൻ അഖീൽ ചരിത്രം വളരെ വിശാലാണ്. ഇത് നമുക്ക് സമയം കുറവായതുകൊണ്ട് അധികം വിശദീകരിക്കുന്നില്ല. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് പാലക്കാട് നടന്ന ദർസ് ഇൻഷാ അല്ലാഹ് അതെല്ലാം വിശദീകരിച്ചിരുന്നു ചോദ്യോത്തര സെക്ഷനിൽ അവസാനത്ത്. അപ്പൊ അവിടെ യസീദ് ബിൻ മുആവിയ, അദ്ദേഹത്തിന്റെ ഭരണം ഇഷ്ടമല്ലാതിരുന്ന ചില ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കത്തയക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ബിൻ അഖീലിനെ വിഷയത്തിൽ അന്വേഷിക്കാൻ വേണ്ടി അയച്ചു. മുസ്ലിം ബിൻ അഖീൽ അവിടെ ചെന്നപ്പോൾ ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയിട്ട് മുസ്ലിം ബിൻ അഖീലിനെ ബൈഅത്ത് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ ഹുസൈനിന്റെ ഭരണം സ്വീകരിക്കാൻ, അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്ത് അദ്ദേഹത്തിന്റെ കീഴിൽ ജീവിക്കാൻ തയ്യാറാണ്. അങ്ങനെ മുസ്ലിം ബിൻ അഖീൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതിക്കൊണ്ട് പറഞ്ഞു, ജനങ്ങൾ എല്ലാവരും തയ്യാറാണ്, താങ്കൾ ഇങ്ങോട്ടേക്ക് വരണം. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു അംർ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു അംർ, അബൂ സഈദ് അൽ ഖുദ്രി, അനസ് ബിൻ മാലിക് തുടങ്ങിയ സഹാബികളൊക്കെ പറഞ്ഞു, താങ്കൾ പോകാൻ പാടില്ല, താങ്കൾ പോകരുത്. പക്ഷെ അദ്ദേഹം യാത്ര തുടർന്നു, കൂഫയിലേക്ക് യാത്ര തുടർന്നു. വഴിയിൽ വെച്ച് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് വിരൽ വീഴ്ചു. ഹുസൈൻ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മക്കയിലായിരുന്നു. അദ്ദേഹം വന്നു. അദ്ദേഹം ഹുസൈനെ വഴിയിൽ വെച്ച് കണ്ടിട്ട് പറഞ്ഞു, താങ്കൾ പോകാൻ പാടില്ല, ആ ജനങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 500-ലധികം കത്തുകളാണ് എനിക്ക് വന്നിട്ടുള്ളത്. അവസാനം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറഞ്ഞു, അസ്സൗജുഅല്ലാഹ മിൻ ഖതീൽ. അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ പോകാൻ തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ താങ്കളുടെ സംരക്ഷണം ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഹുസൈൻ റളിയല്ലാഹു അൻഹു യാത്ര തുടർന്നു. അങ്ങനെ അദ്ദേഹം കൂഫയിലേക്ക് എത്തുന്നതിനിടയിൽ വഴിയിൽ വെച്ച് പലതവണ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് മുമ്പ് നടന്ന ക്ലാസ് നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ അദ്ദേഹം കൂഫയിൽ എത്തിയ ശേഷമുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിന് ശേഷം നമുക്ക് പറയാം. അവര് ആയോ? തയ്യോ? ബാക്കി ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് വിശദീകരിക്കാം. നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് ഞാൻ ചോദിക്കും. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പോയ സാഹചര്യം.